Meet the editors. വിവാദങ്ങൾ വോട്ടാക്കാനോ എന്നാണ് ചോദ്യം. സുനിൽ, ശബരിമലയിൽ കേരള രാഷ്ട്രീയം ചുറ്റിത്തിരിയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇക്കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനം പോലും ഏറ്റവും കൂടുതൽ കലുഷിതമായത് ഈ ശബരിമലയിലെ വിഷയം മാത്രം ഉന്നയിച്ചുകൊണ്ടാണ്. ദേശീയ രാഷ്ട്രീയത്തിലടക്കം ഒട്ടേറെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ നടക്കുന്നു, കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നടക്കുന്നു. ഇതൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, നമ്മളാരും അറിയുന്ന പോലുമില്ല എന്നുള്ളതാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കേൾക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു ഭാഗത്ത്, ഇപ്പോൾ വന്നിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ഒരു ഭാഗത്ത്, വെള്ളാപ്പള്ളി, ജമാഅത്തെ ഇസ്ലാമി, ഇത്രയും മാത്രമാണ് കേരളത്തിൽ. അത് ഇരു മുന്നണികളും ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. വിവാദങ്ങൾ വോട്ടാക്കാനോ? വിവാദങ്ങൾ ഉറപ്പായും വോട്ടാക്കാനാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ശ്രമിക്കുന്നതാണ്, വിവാദങ്ങൾ വോട്ടാക്കുക എന്നത്. നമുക്കറിയാമല്ലോ, വിവാദങ്ങൾ ഒരു രാഷ്ട്രീയ പ്രതീതി ഉണ്ടാക്കും. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. പക്ഷേ അതിന് വസ്തുതയുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിനില്ല എങ്കിൽ ആ വിവാദങ്ങൾ പരാജയപ്പെട്ടു പോയ സാഹചര്യമൊക്കെ തന്നെയുണ്ട്. 2004 അന്നത്തെ വാജ്പേയി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മുദ്രാവാക്യമായിരുന്നു ഇന്ത്യ ഷൈനിങ്. ഇന്ത്യ ഷൈനിങ് എന്നൊരു മുദ്രാവാക്യം മുഴക്കിയാണ് അന്ന് വാജ്പേയി സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഒരു സാരി വിതരണം. ആ സാരി വിതരണത്തിന് തൊട്ട് പിന്നാലെ തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെടുന്നൊരു സാഹചര്യമുണ്ടായത്. ആ ഒറ്റ സംഭവത്തിൽ വാജ്പേയി സർക്കാരിന് അധികാര തുടർച്ച കിട്ടിയില്ല. അങ്ങനെയാണ് 2004 UPA സർക്കാർ അധികാരത്തിൽ വരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2016 പറയാം. 2016 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് LDFനെ സഹായിച്ച വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു സോളാർ വിവാദം. സോളാർ വിവാദം അന്ന് LDF ഗുണം ചെയ്തിട്ടുണ്ട്. ആ വിവാദം ആളിക്കത്തിക്കാൻ അന്ന് LDF ശക്തമായി ശ്രമിച്ചിട്ടുണ്ട്. അതിന് രാഷ്ട്രീയ ഗുണം LDF ലഭിച്ചിട്ടുമുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ അന്നും സമാനമായി ഒരുപാട് വിവാദങ്ങൾ LDF അന്ന് UDF ഉപയോഗിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമായിരുന്നു സ്വർണ്ണച്ചെമ്പ്, ബിരിയാണി ചെമ്പ് വിവാദം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമായിരുന്നു MM മണി ഇടുക്കി ഡാം തുറന്നു വിട്ടതുകൊണ്ടാണ് കേരളത്തിൽ പ്രളയമുണ്ടായത്. 2018 പ്രളയത്തിൻ്റെ കാരണമാണ് MM മണി ഇടുക്കി ഡാം തുറന്നു വിട്ടതുകൊണ്ടാണ് കേരളത്തിൽ പ്രളയമുണ്ടായത്. മൂന്നാമത്തെ ഏറ്റവും വലിയ വിവാദമായിരുന്നു PPE കിറ്റ് വിതരണത്തിൽ വലിയ അഴിമതി എന്ന് പറഞ്ഞിട്ടുള്ള വിവാദം. പിന്നെ നാലാമത്തെ വിവാദമായിരുന്നു സ്പ്രിംഗ്ലർ വിവാദം. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ അന്ന് ഉയർത്തി. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അത് UDF വോട്ടാക്കി മാറ്റാൻ സാധിച്ചില്ല. 2021 പിണറായി വിജയൻ സർക്കാർ ഭരണ തുടർച്ച നേടി 91 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുന്ന സാഹചര്യമുണ്ടായി. നോക്കൂ, മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുമ്പോൾ എല്ലാ വിവാദങ്ങളും എത്തി നിൽക്കുന്ന ഒറ്റ വിഷയമാണ് സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ എത്രയോ മാസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങളായാലും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളായാലും സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ UDFും കോൺഗ്രസും ഒക്കെ തന്നെ ഇപ്പോൾ ഈ വിഷയം ശക്തമായി ഉയർത്തുന്നതിന് പിന്നിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ഉപദേശകനായ സുനിൽ കനകോലു ആണെന്നാണ്. സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ ഈ സ്വർണ്ണക്കൊള്ളയിലെ എല്ലാ വിഷയങ്ങളും ചർച്ചയാക്കണം, വിവാദ വിഷയമാക്കണം എന്ന് നിർദ്ദേശം നൽകിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വർണ്ണക്കൊള്ള മാത്രം കോൺഗ്രസ് പിടിക്കുന്നത്. പക്ഷേ ഇതേ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള അത്രത്തോളം കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടില്ല എന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മേൽക്കൈ കിട്ടിയെങ്കിൽ പോലും പല ഇടത്തും ഇഞ്ചോടിഞ്ച് മത്സരം നടന്നു. ഏതാണ്ട് 60ഓളം സീറ്റുകളിൽ LDF മുന്നിലെത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് സുനിൽ കനകോലു പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വിവാദം കൊണ്ട് മാത്രം UDF കേരളത്തിൽ വിജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഏറ്റവും ഒടുവിൽ സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. കേരളത്തിലെ LDFും UDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് എന്നത്. വിവാദങ്ങൾ നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ SIR വിവാദം, രാഹുൽ ഗാന്ധി ഏറ്റവും ശക്തമായി ഉയർത്തിയ വിവാദമായിരുന്നു SIR. വോട്ട് ചോരി വിവാദമായിരുന്നു ഹരിയാന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. പക്ഷേ ഹരിയാനയിൽ അങ്ങനെ ഒരു വിജയം നേടാൻ ആ ഒരു പ്രചരണം ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെയായിരുന്നു മറ്റൊരു വോട്ട് ചോരി വിവാദമായിരുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയത്. അവിടെയും താഴെത്തട്ടിലേക്ക് ആ ഒരു പ്രചരണം എത്തിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. ബീഹാറിലെത്തിയപ്പോൾ അത് SIR ആയിരുന്നു. അതെ, സർക്കാർ ചോരി വന്നു, SIR വന്നു. പക്ഷേ അതാണ് ഞാൻ അതും കേരളത്തിലെ ഈ സ്വർണ്ണക്കൊള്ള വിഷയവുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഇപ്പോൾ UDF വളരെ ശക്തമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ VD സതീശൻ നടത്തുന്ന യാത്രയിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇതാണ്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ
പറഞ്ഞതുപോലെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഈ സ്വർണ്ണക്കൊള്ള മാത്രമായിരുന്നു വിഷയം. ഏതാണ്ട് എല്ലാ ദിവസവും കോൺഗ്രസും UDF ഒക്കെ തന്നെ നിയമസഭാ സമ്മേളനത്തിൽ ഇത് വളരെ ശക്തമായി ഉയർത്തി. പക്ഷേ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടില്ല. നോട്ടീസ് നൽകാതെ വലിയ വിവാദ വിഷയമാക്കി ഇത് ഉയർത്തിക്കൊണ്ടുവന്നു. 2 UDFന്റെ MLA-മാർ നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുന്ന സാഹചര്യമൊക്കെ തന്നെയുണ്ടായത്. അപ്പോൾ UDF കാണുന്നത് ഈ സ്വർണ്ണക്കൊള്ളയിലൂടെ കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധിക്കും എന്നതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ ഇത് മാത്രമാണോ വിഷയം? ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ എടുത്തു നോക്കിയാൽ UDF കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ഈ വ്യക്തിയെ ശബരിമലയിലേക്ക് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്ത്രിയാണ് ഇതിനൊക്കെ നേതൃത്വം നൽകിയിരിക്കുന്നത്. തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് കയറുന്നത് UDF കാലത്താണ്, UDF ഭരണകാലത്താണ്. അപ്പോൾ ആ ആരോപണങ്ങളുടെ മുനയൊടിയുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദം. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദത്തിൽ UDF ഇപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് ഉയർത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. കാരണം കണക്കുകളിൽ ചില അവ്യക്തതയുണ്ട്. പക്ഷേ ഇപ്പോൾ മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ വിശദീകരിക്കുന്നത് സർക്കാരിൻ്റെ കയ്യിൽ നിന്നോ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്നോ 1 പൈസ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. ചിലവാക്കിയ പണം മുഴുവൻ തിരിച്ചു വന്നു എന്നതാണ്. അതിൽ കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കേൾക്കാം. എന്താണ് 27-ാം തീയതി കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറയുന്നത് എന്ന് കേൾക്കാം. ഏതായാലും ഇതൊക്കെ തന്നെ പരമാവധി വിവാദ വിഷയമാക്കി അത് വോട്ടാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും UDF നടത്തുന്നുണ്ട്. UDF-നെതിരെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പോലുള്ള വിഷയങ്ങൾ വളരെ ശക്തമായി ഉന്നയിക്കാൻ LDF-ഉം ശ്രമിക്കുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ അമിട്ടുകൾ പൊട്ടും, വലിയ കഥനകൾ പൊട്ടും. ചില ആളുകൾ പൊറോട്ടയടിക്കാൻ പോകും, ചില ആളുകൾ ജ്യൂസ് കുടിക്കാൻ പോകും. പക്ഷേ ആത്യന്തികമായി ജനങ്ങളാണ് ഇവിടെയൊക്കെ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് ജനങ്ങളെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. എന്താണ് നിങ്ങളുടെ ബദൽ എന്നത്? അതായത് ഒരു വിവാദം കൊണ്ട് മാത്രം നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ല. വിവാദങ്ങൾ കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുകയാണെങ്കിൽ എത്രയൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ കാണും. അതുകൊണ്ട് ഈ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ LDF സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഈ കാലഘട്ടത്തിൽ നടത്തിയത് കേരളം അതിദാരിദ്ര്യമുക്ത കേരളം എന്നതാണ്. ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ ഒരു സംസ്ഥാനം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും. അങ്ങനെ ഒരു പ്രഖ്യാപനം കേരളത്തിൽ നടത്തിയല്ലോ. അങ്ങനെയല്ല കേരളം എന്ന് രാഷ്ട്രീയമായി സ്ഥാപിക്കാൻ ഇതുവരെ UDF-ന് സാധിച്ചിട്ടുണ്ടോ? അതൊരു വലിയൊരു ക്യാമ്പയിൻ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വലിയ മുദ്രാവാക്യം LDF സർക്കാർ ഉയർത്തുന്നു. LDF സർക്കാർ അതൊരു വലിയൊരു അവകാശമാക്കി മുന്നോട്ട് വയ്ക്കുമ്പോൾ അങ്ങനെയല്ല കേരളം എന്ന് സ്ഥാപിക്കാൻ ഇതുവരെ UDF-ന് സാധിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ചില യാഥാർത്ഥ്യങ്ങൾ കൂടി കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കൂ, ഇത്തവണത്തെ ബജറ്റ് വന്നു, പൊതുബജറ്റ് വന്നു. ഈ പൊതുബജറ്റ് എത്രത്തോളം കേരളത്തെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. കേരളം എത്ര വലിയ പ്രതീക്ഷയിലാണ് കേന്ദ്രത്തെ നോക്കിക്കണ്ടത്, കേന്ദ്ര ബജറ്റിനെ നോക്കിക്കണ്ടത്. ഈ പാർലമെൻറ്റിൽ പോകുന്ന കേരളത്തിൽ നിന്നുള്ള UDF MP-മാരുണ്ടല്ലോ. അപ്പോൾ കേരളത്തിൽ ദേശീയ തലത്തിൽ മറ്റു പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒക്കെ തന്നെ അവിടെ വലിയ മുന്നേറ്റമൊക്കെ തന്നെ നടത്തുന്നുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികളിൽ നിന്ന് കൂടുതൽ തിരിച്ചടികൾ ഏൽക്കുന്ന ഒരു സാഹചര്യമാണ്. സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ കേരളത്തെ ഞെരുക്കുന്ന സാഹചര്യമൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം? ഇനി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ എന്താണ് നിങ്ങൾ കേരളത്തിൽ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ LDF സർക്കാർ അധികാരത്തിൽ തുടരുമ്പോൾ LDF സർക്കാർ ചെയ്യുന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് എന്താണ് കേരളത്തിൽ UDF ചെയ്യാൻ പോകുന്നത്? അതിന് UDF-ന് മറുപടി ഉണ്ടോ എന്നതാണ്. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ കേരളത്തിൽ KSRTC അടച്ചുപൂട്ടേണ്ട സാഹചര്യം എന്ന് അന്ന് മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ സ്കൂളുകളിൽ ടെക്സ്റ്റ് ബുക്ക് എത്താത്ത സാഹചര്യം. അന്ന് മന്ത്രി അബ്ദുറബ്ബ് പറഞ്ഞതെന്താണ്? ഓണം നേരത്തെ വന്നതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് സ്കൂളുകളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത്. പവർ കട്ട് അന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു. അപ്പോൾ ഇന്ന് കേരളം ഇതൊക്കെ മറന്നു. കഴിഞ്ഞ 10 വർഷത്തിൽ കേരളം ഇതൊക്കെ മറന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ ഇതിനെ മറികടന്ന് ഇതിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് ബദലാണ് ഇവിടെ UDF-ന് മുന്നോട്ട് വയ്ക്കാൻ ഉള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ വിവാദങ്ങൾക്കപ്പുറത്ത് അതായിരിക്കും
ഈ തെരഞ്ഞെടുപ്പിൽ വിധി നിർണ്ണയിക്കും. ഓക്കെ, അത് ഏറ്റവും ഒടുവിൽ ആഗോള അയ്യപ്പ സംഗമമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിനൊരു വലിയ പിടിവള്ളിയെ കിട്ടിയിരിക്കുന്നത്. അടുത്ത നിയമസഭയുടെ സമ്മേളനം രണ്ടാം ഘട്ടം തുടങ്ങുമ്പോഴേക്കും അവിടെ ഒരു പ്രിവിലേജ് മോഷനായിട്ട് വരാൻ പോവുകയാണ്. അതും ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെ വലിയ ചർച്ചയാവും. സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം ആഗോള അയ്യപ്പ സംഗമവും. ഇതാ മാത്രമാണോ കേരള തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ട വിഷയങ്ങൾ? ഈ വിവാദങ്ങൾ വോട്ടാക്കാനാണോ തീരുമാനം? വിവാദങ്ങൾ വോട്ടാക്കണം എന്ന് സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആഗ്രഹമുണ്ടാകും. പക്ഷേ അത് എൻകാഷ് ചെയ്യാൻ അറിയുന്ന ഒരു സംവിധാനം വേണം, പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു സംവിധാനം വേണം. PR സുനിൽ എണ്ണമിട്ട് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. അന്ന് രമേശ് ചെന്നിത്തല ആ സർക്കാരിന്റെ അവസാന കാലത്ത് ഉന്നയിച്ച വിവാദങ്ങൾക്ക്, ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കണക്കില്ല. പക്ഷെ സപ്പോർട്ട് ചെയ്യാനൊരു സംവിധാനം അന്ന് എത്രത്തോളം ചെന്നിത്തലയ്ക്ക് പിന്നിൽ അണിനിരന്നു എന്നത് സംബന്ധിച്ച് എനിക്ക് വലിയ സംശയങ്ങളുണ്ട്. യൂത്ത് കോൺഗ്രസ് അന്ന് എത്ര സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്? അന്ന് കൊടികെട്ടിയ നേതാക്കൾ ഹരിത MLA-മാർ ഏറെ പേരുണ്ടായിരുന്നു, MP-മാർ ഏറെ പേരുണ്ടായിരുന്നു. ഇവരാരും ഈ വിവാദത്തിനെ സർക്കാരിനെതിരെ കേന്ദ്രീകരിക്കാനുള്ള ഒരു പരിശ്രമമോ സംഘടനാ സംവിധാനത്തിലെ അധ്വാനമോ ചെലവാക്കിയിട്ടില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന ഈ ആരോപണങ്ങൾ ഒന്നും തന്നെ സർക്കാരിനെതിരെ കൊണ്ടുപോകാൻ കോൺഗ്രസിന് അന്നൊരു സംഘടനാ സംവിധാനത്തെ വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നീട് വന്നത് കോവിഡാണ്. കോവിഡ് കാലത്ത് സർക്കാർ എല്ലാം ചെയ്യുന്നു, എല്ലാം വീട്ടുമുറ്റത്ത് എത്തിച്ചു നൽകുന്നു. PP കിറ്റ് വിവാദമൊക്കെ ഉണ്ടായി, ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് വീട്ടിൽ അരി വെക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എത്ര കിലോ അരിയാണ് ഓരോ കുടുംബത്തെയും തേടിയെത്തിയത്? അപ്പോൾ നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ അടിയന്തരമായി സംസ്ഥാനത്ത് അതായത് അടിസ്ഥാനപരമായി ലഭിക്കേണ്ട, ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന കരുതൽ ആ സമയത്തുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനം ആ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. കിറ്റ് മേടിച്ചിട്ടാണ് വോട്ട് ചെയ്തത് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറത്തൊരു സർക്കാർ സംവിധാനം കരുതാൻ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായ ജനങ്ങൾക്ക് അതും ജീവിതമാണോ മരണമാണോ ആരോഗ്യമാണോ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ജീവനോപാധിയാണോ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ നിൽക്കുന്ന സമയത്താണ് അത്രയും പ്രൊആക്റ്റീവായിട്ടുള്ളൊരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് വോട്ടായി തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് സ്പ്രിംഗ്ലർ അഴിമതി അതെന്താണെന്ന് വിശദീകരിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അന്ന് ആ വാക്കൊന്ന് കൃത്യമായി പ്രൊനൗൺസ് ചെയ്യാൻ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൂടാ. അങ്ങനെ ആഴക്കടൽ മത്സ്യബന്ധനം അത് ശരിയാണ്, മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് തിരിച്ചടി ഉണ്ടായിട്ടുള്ളതിൽ അതൊരു വലിയ ഘടകമുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ വിവാദങ്ങളെ എൻകാഷ് ചെയ്യാൻ അന്ന് പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സോളാർ കേസ് അങ്ങനെയല്ല. സോളാർ കേസ് പ്രതിഫലിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? വിവാദത്തെ വിനിയോഗിക്കാനും അതിനെ ഉപയോഗിക്കാനും കഴിയുന്ന സംഘടനാ സംവിധാനം അപ്പുറത്തുണ്ടെങ്കിൽ അതിന് സാധ്യമാകില്ല. പിന്നെ നമ്മളെന്തിനാ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ അറിയിക്കുന്നത്? ജനങ്ങൾക്ക് പ്രബുദ്ധതയില്ല, അവരതിനനുസരിച്ച് രാഷ്ട്രീയ തീരുമാനം എടുക്കില്ല എന്നൊരു ഉറപ്പ് എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകർക്ക് വരിക? അങ്ങനെയാണെങ്കിൽ നമ്മളിതൊന്നും അറിയിക്കേണ്ട കാര്യമില്ല. PRD നിന്ന് വരുന്ന പത്രക്കുറിപ്പുകൾ കൊടുത്താൽ പോരെ. അപ്പോൾ അങ്ങനെയല്ല, ജനങ്ങൾക്ക് രാഷ്ട്രീയ ബുദ്ധിയുണ്ട്, അവർക്ക് ജനകീയമായ തിരഞ്ഞെടുപ്പുകളുണ്ട്, അവരത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസുമായി ബന്ധപ്പെട്ട കാര്യം അങ്ങ് പറഞ്ഞുവല്ലോ. അടിയന്തര പ്രമേയത്തിന് അതിന് മുൻപ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. അന്നത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നു എന്ന വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനുമതി കൊടുത്തില്ല. അന്ന് അനുമതി കൊടുക്കാത്ത അതേ ആളുകളാണ് പിന്നീട് പറഞ്ഞത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പേടിയാണ് എന്നുള്ളത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് പിന്നീട് അടിയന്തര പ്രമേയം കൊടുത്താൽ സർക്കാർ പരിഗണിക്കുമായിരുന്നോ എന്നുള്ളത് നോക്കിയിട്ടാണ് അടിയന്തര പ്രമേയം കൊടുക്കുന്നത്. പാർലമെന്റിൽ എല്ലാ ദിവസവും ഈ അടിയന്തര പ്രമേയം കൊടുത്തില്ല, കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് അങ്ങനെ ഒരു വാദമുണ്ടെന്നേ പറഞ്ഞുള്ളൂ. അത് കോൺഗ്രസ് പറഞ്ഞ് ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്കും ഇതുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് കൊടുക്കാം, തള്ളപ്പെടാം, പുറത്തു വരാം. അടിയന്തര പ്രമേയം വേണ്ടല്ലോ മാധു, സബ്മിഷൻ കൊടുത്താൽ പോരെ. കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനെന്തിനാ പറയുന്നത്? ഞാൻ അങ്ങനെ ഒരു വാദമുണ്ടെന്നേ പറഞ്ഞുള്ളൂ. എനിക്ക് ആ വാദം ശക്തമായി ഉന്നയിക്കണമെന്നും അതിലെ ഒരു തർക്കത്തിലേക്ക് പോകണമെന്നും ഇല്ല. ഞാൻ അവരുടെ വേർഷനാണ് പറഞ്ഞത്. അതായത് അങ്ങ് പറഞ്ഞല്ലോ എന്താണ് അടിയന്തര പ്രമേയം കൊടുക്കാത്തത് എന്ന്. അങ്ങ് അതിൽ തർക്കിക്കാൻ തയ്യാറാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആ വാദത്തെയും അംഗീകരിക്കുന്നു. ഇപ്പുറത്തു നിൽക്കുന്ന ഇതിനു മുൻപ് അടിയന്തര പ്രമേയം കൊടുത്തിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം പറയാൻ പറ്റില്ലേ? തർക്കിക്കാനേ പറ്റുള്ളൂ. പറഞ്ഞു വരുന്നത് അവിടെ ഒരു പ്രശ്നമുണ്ട്. അത് ഏത് ഘട്ടത്തിലാണ്? CBIക്ക് ആദ്യത്തെ അടിയന്തര പ്രമേയം എന്തിനായിരുന്നു? CBIക്ക് വിടണം, ഈ അന്വേഷണം CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷം രംഗത്ത് വരുന്നത്. ആ സമയത്താണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതി തന്നെ ഒരു SIT രൂപീകരിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു വിഷയം എങ്ങനെ നിയമസഭയിൽ ആ സമയത്ത് ചർച്ച ചെയ്യും? CBI അന്വേഷിച്ച് പോയി 40,000 പഴയ. അല്ല, അത് കഴിഞ്ഞിട്ട് ഇത് തീർന്നില്ല മാധു. രണ്ടാമത് എന്തുകൊണ്ടാണ് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ വിഷയം ഉന്നയിച്ചു. പത്മകുമാർ അടക്കമുള്ളവരുടെ കാര്യത്തിൽ, വാസുവിൻ്റെ കാര്യത്തിലൊക്കെ രാഷ്ട്രീയ വിഷയം ഉന്നയിക്കുകയും ഓരോ തെളിവുകൾ പുറത്തു വരികയും ചെയ്ത സാഹചര്യത്തിൽ സർക്കാരിനു കൂടി അത് വെളിപ്പെടുത്താനുള്ള ഒരു സാഹചര്യമായിരുന്നു അത്. ആ അവസരം യഥാർത്ഥത്തിൽ എന്ത് ചെയ്തു? പ്രതിപക്ഷം നിഷേധിച്ചു. നിയമസഭയിൽ ചർച്ച ചെയ്തോ? പിന്നീട് സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യണ്ടേ? അല്ല, അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണം എന്ന് ആരാവശ്യപ്പെട്ടു? പ്രതിപക്ഷം. അല്ല,
പ്രതിപക്ഷം ആവശ്യപ്പെട്ടില്ല എന്നാണ് ഡോക്ടർ അതല്ല, കുമാർ പ്രതിപക്ഷം പറഞ്ഞത്. ആദ്യം ആദ്യം ആവശ്യപ്പെട്ടു. ഞാൻ ആദ്യം രണ്ടാമത്തെ കാര്യം ആവശ്യപ്പെട്ടത് പറഞ്ഞത്. ഈ അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിച്ച ഞാൻ സാഹചര്യത്തിൽ രണ്ടാമത്തെ കാര്യം ചോദിച്ചത് അടിയന്തര പ്രമേയം പിന്നീട് ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ? ആ ആവശ്യം ഉന്നയിച്ചാരാ? അല്ല, പിന്നെ ആവശ്യമുണ്ടായില്ല. അത് അങ്ങിപ്പോ സർക്കാരാണ്. പറഞ്ഞു. സർക്കാരാണ് രണ്ടാമത് സർക്കാർ പറഞ്ഞോ? അടിയന്തര പ്രമേയത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് സർക്കാർ പറഞ്ഞു. അല്ല, അടിയന്തര പ്രമേയം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് പേടിയാണ് എന്നാണ് പറഞ്ഞത്. അതെ, ഞങ്ങൾ തയ്യാറാണ് എന്നാണ് എം പി രാജേഷ് പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞത്. അടിയന്തര പ്രമേയം കൊടുക്കണമോ എന്നുള്ളത് കോൺഗ്രസ് രാഷ്ട്രീയമായി തീരുമാനിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ്, ഞാൻ പറയട്ടെ, കോൺഗ്രസ് അത് ചെയ്തില്ല. കോൺഗ്രസ് അതിന് ഇപ്പൊ പി ആർ സുനിൽ ഇപ്പം ഭരണപക്ഷത്തിന്റെ മാത്രമായ അഭിപ്രായമല്ലേ പറഞ്ഞത്? പറഞ്ഞല്ലോ. അല്ല, ഞാനാണ് പറഞ്ഞത് പി ആർ സുനിൽ ഭരണപക്ഷത്തിന്റെ മാത്രമായ അഭിപ്രായം പറയുമ്പോൾ അവിടെ തർക്കം വരുന്നില്ല. ഞാൻ ഭരണപക്ഷത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അതിനൊപ്പം പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് തർക്കം വരുന്നുണ്ട്. അല്ല, അത് സ്വാഭാവികമല്ലേ? അത് സ്വാഭാവികമാണല്ലേ? ഓക്കേ. തർക്കം വളരെ അത് സ്വാഭാവികമാണ്. ഓക്കെയാണ്. എന്താണ് നമുക്ക് മാത്രമല്ല ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് PM ശ്രീയുമായി ബന്ധപ്പെട്ടൊരു വിവാദം വലിയ തോതിൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ ഈ PM ശ്രീ ഇത്രയും കാലം നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു വലിയ തർക്കം ഉണ്ടാകുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി വന്നിരിക്കുന്നു. അദ്ദേഹത്തോട് ആ ചോദ്യം ചോദിക്കാനാണ് മാധ്യമപ്രവർത്തകർ എല്ലാവരും ചെല്ലുന്നത്. അന്ന് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? അന്ന് സംഭവിച്ചത് ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത, അതായത് ഒരു 1000 രൂപ ഒരുപക്ഷെ ക്ഷേമ പദ്ധതി തെരഞ്ഞെടുപ്പിന് മുൻപായി കൂട്ടിയേക്കും എന്നൊരു പ്രതീക്ഷ മാധ്യമ പ്രവർത്തകർക്കുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്ത് സ്ത്രീകൾക്ക്, വയോജനങ്ങൾക്ക്, തൊഴിലില്ലാതിരിക്കുന്ന യുവജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഈ തരത്തിൽ സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലേക്കും ക്ഷേമ പദ്ധതികൾ എത്തുന്ന ഒരു വലിയ പ്രഖ്യാപന പരമ്പര മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. PM ശ്രീ എന്നൊരു വാക്ക് ചോദിക്കാൻ എപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടും എന്ന് പോലും അന്ന് അവിടെ ഇരുന്ന മാധ്യമപ്രവർത്തകർക്ക് സംശയമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. പക്ഷേ അത് ആ തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷനിൽ പ്രതിഫലിച്ചോ, റിസൾട്ടിൽ പ്രതിഫലിച്ചോ എന്നെനിക്ക് സംശയമുണ്ട്. ആ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം MM മണി പറഞ്ഞത് എന്താണ് എന്നതുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതും കൂടി പറഞ്ഞു വെക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, വിവാദങ്ങൾ വോട്ടാക്കാനോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഒരു ഇടവേളയ്ക്ക് ശേഷം വിവാദങ്ങൾ വോട്ടാക്കാനോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും വിവാദങ്ങൾ വോട്ടാക്കും. അതിൽ പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ. എല്ലാ വിവാദങ്ങൾക്കും തങ്ങൾക്ക് അനുയോജ്യമായ തരത്തിൽ അവസരമാക്കി മാറ്റുക. അവസരങ്ങളുടെ കലയാണ് രാഷ്ട്രീയം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ പറയാം, ഈ ഒരു യുദ്ധം തന്നെ ഉണ്ടാക്കുന്നതിന് അസത്യപ്രചരണങ്ങൾ കാരണമായിട്ടുണ്ട് ചരിത്രത്തിൽ. പണ്ട് അമേരിക്ക സ്പെയിനെതിരെ യുദ്ധം നടത്താൻ വരുമ്പോൾ 2 പത്രങ്ങളിലെ അസത്യപ്രചരണങ്ങളായിരുന്നു കാരണമായതെന്ന് ചരിത്രം പറയുന്നുണ്ട്. അസത്യപ്രചരണങ്ങൾ കൊണ്ട് തിരഞ്ഞെടുപ്പ് വിജയിച്ചിട്ടുണ്ട് ഹിറ്റ്ലർ. ചരിത്രത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. ക്രീൽ കമ്മിറ്റി എന്ന് പറയുന്നത് അസത്യപ്രചരണത്തിനു വേണ്ടി മാത്രമുണ്ടാക്കിയ ഒരു പ്രൊപ്പഗാൻഡ മെഷീനായിരുന്നു അമേരിക്കയിൽ. അത് 1-ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയിലെ ജനതയുടെ മുഴുവൻ പിന്തുണയും യുദ്ധത്തിന് അനുകൂലമാക്കി മാറ്റിയ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്, വുഡ്രോ വിൽസന്റെ കാലത്ത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ജനാധിപത്യത്തിൽ പൊതുജനാഭിപ്രായത്തെ തങ്ങൾക്ക് അനുകൂലമാം വിധം എങ്ങനെ ഉപയോഗിക്കാമെന്നതിൻ്റെ പ്രചരണ ആയുധമായി അല്ലെങ്കിൽ ആ ആയുധത്തിന് മൂർച്ച കൂട്ടുമ്പോഴാണ് ജനാധിപത്യത്തിൽ വിജയിക്കുന്നത് എന്നതാണ് ചരിത്രം, PR-കളുടെ ചരിത്രം എന്ന് പറയുന്നത്. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പല്ല ഈ ഘട്ടം വരെയും. പകരം അതൊരു PR വേഴ്സസ് PR എന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രതിപക്ഷത്തിൻ്റെ PR-നെ സർക്കാരിൻ്റെ PR കൊണ്ട് നേരിടുന്ന ഒരു വളരെ അസാധാരണമായ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നോക്കൂ, ഇത് കേരള രാഷ്ട്രീയം ഇത് ആദ്യമായി കാണുന്നൊരവസ്ഥയാണ്. പല ഘട്ടങ്ങളിലും പണ്ടൊക്കെ അസത്യപ്രചരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ഒരു സമയമുണ്ട്. ഇതങ്ങനെയില്ല, ഒന്നിനു പിറകെ ഒന്നായി അസത്യപ്രചരണങ്ങളിലൂടെ പലതും സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. പലതിലും വിജയിച്ചിട്ടുണ്ട് പലപക്ഷം, പലതും പാളിപ്പോയിട്ടുണ്ട് പ്രതിപക്ഷത്തിൻ്റേത്. മറുഭാഗത്ത് സർക്കാരോ PR ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് വികസനം എന്ന് പറയുന്ന ഒരു ആശയം മാത്രം. നോക്കൂ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലെ മിക്ക മാധ്യമങ്ങളിലും സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വലിയ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ സർക്കാർ ഉദ്ഘാടനങ്ങൾ നടത്തുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഇത് എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തുന്നു എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ പ്രചരണായുധം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാം, അസത്യപ്രചരണത്തിലൂടെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാം എന്നുള്ള ഒരു വലിയ ഒരു തയ്യാറെടുപ്പ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുഭാഗത്ത് അതിനെ നേരിടാൻ PR ഏജൻസികളും ശ്രമിക്കുന്നുണ്ട്. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം പറയാം. പ്രതിപക്ഷം എങ്ങനെയാണ് ഈ PR-നെ, അസത്യപ്രചരണത്തിൻ്റെ പേരിൽ ഈ വിവാദങ്ങളെ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്? നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ കനകോലുവിൻ്റെ ലക്ഷ്യയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്ന 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കോൺഗ്രസിന് കാര്യമായ വോട്ട് വർധനയോ സീറ്റ് വർധനയോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, ആലപ്പുഴയിൽ, തൃശ്ശൂർ, പാലക്കാട്. എന്താ ഈ ജില്ലകളുടെ പ്രത്യേകത? ഈ ജില്ലകളിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സാന്നിധ്യം കൂടുതലാണ്. ഈഴവ പ്ലസ് നായർ കാറ്റഗറി വോട്ടർമാർ കൂടുതലുള്ള മേഖലകളിൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ആരുടെ റിപ്പോർട്ട്? കനകോലുവിൻ്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. സ്വർണ്ണക്കൊള്ള കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ അത് ഫലം കാണേണ്ടിയിരുന്നത് ഒന്ന് പാലക്കാട്ടായിരുന്നു,
ഒന്ന് തൃശ്ശൂരായിരുന്നു, ഒന്ന് ആലപ്പുഴയിലായിരുന്നു, ഒന്ന് കൊല്ലത്തായിരുന്നു. പക്ഷേ ഈ ഇടങ്ങളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. 2021 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ പലയിടങ്ങളിലും കോൺഗ്രസിന് വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഈ സതേൺ സെൻട്രൽ റീജിയനിൽ. അതുകൊണ്ടാണ് 7 ജില്ലാ പഞ്ചായത്തുകൾ LDFിനോടൊപ്പം നിൽക്കുകയും 7 ജില്ലാ പഞ്ചായത്തുകൾ മാത്രം UDFിനോടൊപ്പം നിൽക്കുകയും. ഓർമ്മിക്കണം, 2010 8 ജില്ലാ പഞ്ചായത്തുകൾ UDFിനോടൊപ്പം ഉണ്ടായിരുന്നു. അന്ന് 6 ജില്ലാ പഞ്ചായത്തുകൾ മാത്രമാണ് LDFിനോടൊപ്പം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് കനകോല് കണ്ടെത്തുന്ന നിരീക്ഷണം ഒരു ക്ലോസ് കോൺടെസ്റ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെ തന്നെയാണ് ആ വാചകം എഴുതിയിരിക്കുന്നത്. ടു കോട്ട് കനകോലു, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് LDFും UDFും തമ്മിലുള്ളൊരു ക്ലോസ് കോൺടെസ്റ്റ് ആണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വന്നതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ, വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ ശക്തമായിട്ട് തുടങ്ങുന്നത്. അതിലൊരു കാരണം കൂടി ഉണ്ടായിരുന്നു, MLAമാരുടെ ആൻറ്റി ഇൻകുംബൻസി. പല ഇടതുപക്ഷ MLAമാരും ഭരണപക്ഷത്തിരിക്കുന്ന പല MLAമാർക്കും ആൻറ്റി ഇൻകുംബൻസി കുറവാണ്. അവർക്ക് പ്രോ ഇൻകുംബൻസിയും ജനസമ്മതിയും കൂടുതലാണ് എന്നത് കൂടി കനകോലുവിൻ്റെ റിപ്പോർട്ടിലുണ്ട്. നോക്കൂ, ഈ 2 കാരണങ്ങൾ പോലെ UDFിനെ സംബന്ധിച്ച് വിരൽ പിടിക്കാൻ മൂന്നാമതൊരു വട്ടം കൂടി UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ ലീഗ് UDFിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ? ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് തന്നെ നിലനിൽപ്പ് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അധികാരത്തിൽ നിന്ന് മാറിയാൽ മുസ്ലിം ലീഗിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? കേരളത്തിൽ കോൺഗ്രസിൻ്റെ സംവിധാനം എന്താവും? കാരശ്ശേരി മാഷിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കുകയാണെങ്കിൽ അധികാരമില്ലെങ്കിൽ കോൺഗ്രസിലെ മുഴുവൻ MLAമാരും BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. വെറുതെ അല്ലല്ലോ, അധികാരം നഷ്ടപ്പെട്ടപ്പോഴൊക്കെ പോയ ചരിത്രമുണ്ട്, അധികാരം കിട്ടിയപ്പോഴും പോയിട്ടുണ്ട്. P. രാജീവ് പറയുന്ന പോലെ അധികാരം കിട്ടിയാൽ അപ്പാടെ പോയ ചരിത്രമുണ്ട് അരുണാചൽ പ്രദേശിൽ, അധികാരം കിട്ടിയില്ലെങ്കിലും അപ്പാടെ പോയ ചരിത്രമുണ്ട് അത് മധ്യപ്രദേശിൽ. പലയിടങ്ങളിലും നമ്മൾ നേരിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് കേരളത്തിൽ ഈ വിവാദങ്ങൾ ആരെ തുണയ്ക്കുമെന്നൊരു ചോദ്യം കൂടി പ്രസക്തമാണ്. അപ്പോൾ ഇതിനൊരു പശ്ചാത്തലമുണ്ട്. കനകോലു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ മേൽക്കോമി കുട്ടി എന്ന തരത്തിൽ ആഹ്ലാദിച്ചിരുന്ന കോൺഗ്രസിന് ലഭിച്ച പ്രഹരമായിരുന്നു കനകോലുവിൻ്റെ ഫൈൻഡിംഗ് എന്ന് പറയുന്നത്. ഇതിനെ തുടർന്നാണ് വലിയ വിവാദങ്ങൾക്ക് സാധ്യതകളുണ്ടോ എന്ന് നോക്കുന്നത്. നോക്കൂ, അതിനു മുമ്പ് തന്നെ എത്രയെത്ര അസത്യ പ്രചരണങ്ങളാണ് നടത്തിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരമാണല്ലോ ഈ ആഗോള അയ്യപ്പ സംഗമം. ഇതിൽ തന്നെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാധ്യമങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകി. ആ 3 പൊളിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കണ്ടത്. നമ്പർ 1, ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായിട്ട് കണക്കുകൾ സമർപ്പിക്കുന്നതിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കമ്മീഷണർക്ക്. പക്ഷേ അപ്പോഴും മറച്ചുവെച്ചൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് അംഗീകരിച്ചൊരു റിപ്പോർട്ടല്ല ഈ കൊടുത്തിരിക്കുന്നത്. അവിടെ ദേവസ്വം ബോർഡിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അംഗീകരിച്ച റിപ്പോർട്ട് കോടതിയിൽ എത്തിയിട്ടില്ല. ദേവസ്വം കമ്മീഷണർ കൊടുത്തൊരു റിപ്പോർട്ട് അവിടെയുണ്ട് എന്നത് നിലനിൽക്കെ ദേവസ്വം കമ്മീഷണർ തന്നെ വീണ്ടും മറ്റൊരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ വൈരുദ്ധ്യം. ആ വൈരുദ്ധ്യത്തിനും അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിക്ക് കിടക്കാനൊരു കട്ടിലിന് 1 ലക്ഷം രൂപ ചെലവാക്കി എന്ന പേരിൽ ഒരു വലിയ പ്രചരണം നടക്കുകയല്ലേ ഇപ്പോൾ? യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ആ ഹെഡിങ്സിൽ കൊടുത്തിരുന്നത് ഫർണിച്ചർ ആൻഡ് ഓഫീസ് കോംപ്ലക്സിലേക്കും ഒപ്പം ഈ ആഗോള സംഘവുമായിട്ട് ഭാഗമുള്ള ഗസ്റ്റ് ഹൗസിലേക്കും വേണ്ടിയിട്ട് 3,80,000 രൂപയുടെ ഫർണിച്ചർ അല്ലേ വാങ്ങിയത്? മുഖ്യമന്ത്രി ആ ഈ പുതിയ കട്ടിലും മേശയും കൊണ്ടിട്ട് റൂമിൽ പോലും അല്ല കിടന്നത്. സപ്രപഞ്ചക്കട്ടിൽ എന്ന മട്ടിലുള്ള പ്രചരണം നടത്തുകയാണ്. അതായത് നോക്കൂ, എങ്ങനെയാണ് നയതന്ത്രത്തിലൂടെ സ്വർണ്ണക്കടത്തി നടത്തിയത്. ആ സമയത്തുണ്ടായ വലിയ വിവാദമായിരുന്നു ബിരിയാണി ചെമ്പിലൂടെ സ്വർണം കടത്തി. ബിരിയാണി ചെമ്പിലൂടെ സ്വർണം കടത്തിയതാണ് 2021 പ്രതിപക്ഷത്തിന്റെ കുപ്രചരണമെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കടന്ന സപ്രപഞ്ചക്കട്ടിലിന് 1 ലക്ഷം എന്നുള്ളതാണ് അടുത്ത പ്രചരണം. ഇതാണ് ഞാൻ പറഞ്ഞത്, അന്നത്തെ PR ഇന്നത്തെ PR വേഴ്സസ് PR എന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വസ്തുത അതാണോ? വസ്തുത അതല്ല. ദേവസ്വം ബോർഡ് ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല. ദേവസ്വം ബോർഡ് 17-ാം തീയതി കൂടിച്ചേരുമ്പോൾ മാത്രമാണ് ഈ റിപ്പോർട്ടുകൾ വെറ്റ് ചെയ്ത് ദേവസ്വം കമ്മീഷണർ നവംബർ മാസം 4-ാം തീയതി കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കണക്ക് പുറത്തു കൊണ്ടുവരിക. 2, നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പേരിലാണ് അടുത്ത പ്രചരണം. നന്ദഗോവിന്ദം ഭജൻസ് വൗച്ചർ കൊടുത്തിട്ടുണ്ടോ? വൗച്ചർ കൊടുത്തിട്ടില്ല. മാത്രവുമല്ല, ഇഷാൻ ദേവിൻ്റെ പേരിൽ TDS ഈടാക്കി പണം അവിടെ അടച്ചതിൻ്റെ ബാങ്ക് അക്കൗണ്ട് രേഖകളുണ്ട്. ഈ രേഖകൾ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് വിജയൻ അസോസിയേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഇല്ലാത്ത വൗച്ചറിൻ്റെ പേരിൽ ഓഡിറ്റ് ഉണ്ടാക്കുന്നത്? ചോദ്യങ്ങളല്ലേ? പക്ഷേ ഈ ഉത്തരങ്ങൾ ആർക്കും വേണ്ടല്ലോ. പ്രചരണമാണ്, അഴിച്ചുവിടുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ. മൂന്നാമത്തത്, ദേവസ്വം ബോർഡിന് പണം കിട്ടിയോ? കിട്ടി. ദേവസ്വം ബോർഡിന് കിട്ടിയ പണത്തെക്കുറിച്ചാണ് നവംബർ മാസം തന്നെ 44-ാമത്തെ ദിവസം ദേവസ്വം കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിലുണ്ട്. 3 കോടിയെ ചിലവാക്കിയുള്ള ആർക്കും അന്വേഷിക്കാവുന്ന കാര്യമല്ലേ? അതല്ലേ ദേവസ്വം മന്ത്രി പറഞ്ഞത്? ദേവസ്വം മന്ത്രി പറഞ്ഞതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടോ? ഇല്ലല്ലോ. വീഴ്ച സംഭവിച്ചത് കമ്മീഷണർക്കാണ് എന്നത് മറച്ചുവെച്ച് ഇതിനെ പൂർണ്ണമായും സർക്കാരിനെ അടിക്കാനുള്ള ആയുധമാക്കി മാറ്റി. ഈ പോറ്റിയെ കയറ്റിയത് സഖാക്കളാണ് എന്ന് പറഞ്ഞു നടന്ന കോൺഗ്രസിന് ഒടുവിൽ അതിപ്പോൾ തിരുത്തിപ്പാടേണ്ടി വരുന്ന സാഹചര്യമല്ലേ? PR പറഞ്ഞതുപോലെ നമ്മുടെ ചർച്ചയിലല്ലേ അജയ് തറയിൽ പറഞ്ഞത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് വരുന്നത് 2004-ലാണെങ്കിലും ഔദ്യോഗിക ചുമതലകൾ ഏറ്റെടുക്കുന്നത് 2007-ലാണ്.
അന്ന് ജി രാമൻ നായരാണ്. ജി രാമൻ നായർ ആരാണ്? UDFന്റെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. അതിനുശേഷമാണ് CK ഗുപ്തൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് കയറ്റിയത് UDFന്റെ ബോർഡ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് 2014 ദേവപ്രശ്നത്തിന് ശേഷം കൂടുതൽ ആക്റ്റീവായി സ്പോൺസറായിട്ട് മാറുന്നത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് 7 പരിപാടികളാണ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ പരിപാടികളിൽ പങ്കെടുത്തത്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആചാര പരിപാടികളിലടക്കം പ്രയാർ ഗോപാലകൃഷ്ണനോട് ഒപ്പം പങ്കെടുത്ത ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയ ആളുടെ പേര് അടൂർ പ്രകാശ് എന്നും കടകംപള്ളി സുരേന്ദ്രൻ എന്നും അല്ലേ? പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ്റെ രാജി മാത്രം മതി, അടൂർ പ്രകാശിൻ്റെ രാജി ആർക്കും ആവശ്യമില്ല. അടൂർ പ്രകാശിൻ്റെ ആരും ചോദ്യമുനയിലേക്ക് കൊണ്ടുവരുന്നില്ല. അടൂർ പ്രകാശ് നമ്മളോട് പറഞ്ഞതെന്താ? മാധ്യമങ്ങളെ അറിയിച്ചിട്ടായിരിക്കും ഞാൻ ചോദ്യം ചെയ്യാൻ പോകുന്നതെന്നല്ലേ നമ്മളോട് പറഞ്ഞത്? നമ്മൾ അറിഞ്ഞോ? അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ അടൂർ പ്രകാശ് നമ്മളെ വിളിച്ചു പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. സ്വന്തം ഔദ്യോഗിക വാഹനം ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിലല്ലേ ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് അടൂർ പ്രകാശ് പോയത്. അപ്പോൾ എന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ പറയുന്നത് എന്താ? സ്വർണ്ണക്കൊള്ള നടത്തിയത് മുഴുവൻ സഖാക്കളാണ്. ഏത് സഖാവാണ്? അവിടെ മുരാരി ബാബു നേരത്തെ UDFന്റെ TDF എന്ന് പറയുന്ന സംഘടനയിലെ അംഗമായിരുന്നു. പിന്നീട് അയാൾ ചുവടുമാറി. രണ്ടാമത് ജയശ്രീ ഏത് സംഘടനയിലെ അംഗമായിരുന്നു? ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടല്ലേ ഈ കേസിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വർണം വാങ്ങിയവനും അഥവാ സ്വർണം കട്ടവനും സ്വർണം വാങ്ങിയവനും സ്വർണം ഉരുക്കിയവനും ഒരൊറ്റ ഫ്രെയിമിൽ വന്ന ഒരൊറ്റ ചിത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ചിത്രം അടൂർ പ്രകാശിനോടൊപ്പമുള്ള ചിത്രമാണ്. ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് സോണിയാഗാന്ധിയോടൊപ്പമുള്ള ചിത്രമാണ്. എന്നിട്ടും അതെല്ലാം മറച്ചുവെച്ച് ആ വലിയ പ്രചരണം അഴിച്ചുവിടുന്നു. വലിയ ഗാനത്തിന് അകമ്പടിയോടുകൂടി ആ പ്രചരണം അഴിച്ചുവിട്ടിട്ട് ഒടുവിൽ അത് തിരിച്ചടിക്കുന്ന സാഹചര്യം വന്നപ്പോൾ അടുത്ത ആയുധം കൊണ്ടുവരുന്നു. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിവാദം കൊണ്ടുവരുന്നു. ഇങ്ങനെ വിവാദങ്ങളിലൂടെ അധികാരം പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താ? കേരളം രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നില്ലേ? തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ ശൈലജ ടീച്ചർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശൈലജ ടീച്ചറിനെതിരെ വലിയ ആക്രമണമുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷത്തിൻ്റെ ബ്രെയിൻ ചൈൽഡാണ്. ആർക്കാ സംശയം? ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് ക്രിയാത്മകമായി രൂപം കൊടുത്തത്. വിവിധ കാലങ്ങളിൽ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോകളിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളുടെ വ്യത്യസ്ത രൂപങ്ങളുണ്ടായിരുന്നു. 2004 പൊതുമിനിമം പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്ന് നിർബന്ധിച്ചത് ആളുടെ നേതാവിന്റെ പേര് സീതാറാം യെച്ചൂരിയാണ്. തീർന്നില്ല. സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതത്തെക്കുറിച്ച് തർക്കമുണ്ടായപ്പോൾ ആ വിഹിതം കൃത്യമായി കൊടുക്കാൻ വേണ്ടുന്ന ഭേദഗതികൾ കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്. പക്ഷേ ഇടതുപക്ഷം പിന്നീട് അത് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് റൈറ്റ് ടു ഇൻഫർമേഷനും റൈറ്റ് ടു എഡ്യൂക്കേഷനും എല്ലാം UPA സർക്കാർ, ഇടതുപക്ഷം കൂടി ഉണ്ടായിരുന്ന ഒരു സർക്കാർ ഭാഗമാണ്. എന്താ തൊഴിലുറപ്പ് ഭേദഗതിയിൽ വലിയ തരത്തിലുള്ള വെട്ടിക്കുറച്ചുണ്ടായിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി BMW സ്കൂട്ടർ ഓടിച്ച് കളിക്കുന്ന തിരക്കിലായിരുന്നു ജർമ്മനിയിൽ. ഇതടക്കമുള്ള വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതല്ലേ? തൊഴിലുറപ്പ് പദ്ധതി, കേന്ദ്രവിഹിതം കുറയുന്നത്, പുതിയ ധനകാര്യ കമ്മീഷൻ പുതിയ കണക്ക് വരുമ്പോഴും കേരളം മാനദണ്ഡങ്ങളിൽ പിന്നിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നത്, വെട്ടിക്കുറവ് സംഭവിച്ചിരിക്കുന്നത്, ഇതെല്ലാം കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്തിനേറെ INDO-US കരാറിൽ എങ്ങനെയാണ് കർഷക വിരുദ്ധമായിട്ടുള്ള പ്രൊവിഷൻസ് ഉള്ളത് കേരളം ചർച്ച ചെയ്യുന്നുണ്ടോ? കേരളം അന്നും ഇന്നും എപ്പോഴും നേതാക്കൾ വന്ന് പറയുന്ന ആദ്യത്തെ വാചകം സ്വർണ്ണക്കൊള്ള, സ്വർണ്ണക്കൊള്ള, സ്വർണ്ണക്കൊള്ള. ഇതിനും അപ്പുറത്തേക്ക് ജനങ്ങളെ ബാധിക്കുന്ന ഏത് ക്രിയാത്മകമായ വിഷയത്തിലാണ് പ്രതിപക്ഷം ഊന്നുന്നത്? ഇനി എൻ്റെ മൂന്നാമത്തെ ചോദ്യം, വിവാദങ്ങൾക്കപ്പുറം ബദലുകൾ നിർവഹിക്കാനുണ്ടോ? എന്ത് ബദലാണ് കിഫ്ബിക്ക് പകരം, പെൻഷൻ ഫണ്ടിന് പകരം UDFിനുള്ളത്? എങ്ങനെയാണ് കേരളത്തിൻ്റെ തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള എന്ത് പദ്ധതിയാണ് UDFിന് മുന്നിലുള്ളത്? പ്രേക്ഷകർക്കറിയാമോ? 2000 രൂപ വീതം പ്രതിമാസം പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണം എത്രയാ? 62 ലക്ഷമാണ്. 32 ലക്ഷം യുവതികൾക്ക് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള 30 വയസ്സിനും 65 വയസ്സിനും ഇടയ്ക്കുള്ള യുവതികൾക്ക് കിട്ടുന്ന 1000 രൂപ പ്രതിമാസ വേതനം എന്ന് പറയുന്നത്, കണക്റ്റിംഗ് കേരളയുടെ ഭാഗമായി 6 ലക്ഷത്തോളം വരുന്ന ചെറുപ്പക്കാർക്ക് കിട്ടുന്ന വേതനം എന്ന് പറയുന്നത്, ഇതിനൊക്കെ സർക്കാർ പണം എവിടെ നിന്ന് കണ്ടെത്തണമെന്ന എന്താ നിങ്ങളുടെ പദ്ധതി? എങ്ങനെയാണിത് നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത്? 1200 കോടി രൂപയോളം ഒരു മാസം വേണ്ടിവരുന്ന ഒരു വലിയ പദ്ധതിക്കാണ് കേരളം തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ കണ്ടെത്തുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്? ഈ പ്രതിപക്ഷം പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? എന്നിട്ട് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വയനാട്ടിൽ ഒരു വീടെങ്കിലും സർക്കാർ വെച്ചു കൊടുത്തു എന്ന്. എന്താ അസംബന്ധം നിറഞ്ഞ ചോദ്യ? 402 അപേക്ഷകരിൽ നിന്ന് ഈ പൈസ വാങ്ങിപ്പോയവർ ഒഴിച്ചു നിർത്തിയുള്ള വീടുകളല്ലേ ഇപ്പോൾ പൂർത്തിയാവുന്നത്? അവർക്ക് വേണ്ടി എങ്ങനെയാണ് വീട് വിതരണം ചെയ്യേണ്ടത് എന്നുള്ളതല്ലേ റവന്യൂ വകുപ്പ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളം ഇനിയും ഇത് വിശ്വസിക്കണമെന്ന് പറയുന്നത്? ഒരു വീടെങ്കിലും കോൺഗ്രസ് വെച്ചു കൊടുത്ത വീട് കാണാൻ പറ്റിയോ? ആദ്യം ഏറ്റെടുത്ത ഭൂമി അത് രജിസ്ട്രേഷൻ കഴിയുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. ഒരു കല്ലെങ്കിലും, ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിൽ ഒരു കല്ലെങ്കിലും ഇടുമായിരുന്നു. ഇപ്പോൾ ആ കല്ല് പോലും കാണാനില്ല. ആ അവസ്ഥയല്ലേ കാര്യങ്ങൾ?
അപ്പോൾ എന്നിട്ട് വിവാദങ്ങൾ വോട്ടാക്കാൻ വേണ്ടി ഓരോരോ വിഷയങ്ങളായി അവതരിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തല പറഞ്ഞതാണ്, ഞാൻ രമേശ് ചെന്നിത്തല അങ്ങനെ പറയുമെന്ന് കരുതിയതല്ല, പിന്നീട് അദ്ദേഹം തിരുത്തി. ഈ വിദ്യാർത്ഥികൾ പിള്ളേര് പരീക്ഷ ജയിക്കുന്നതിന് മുമ്പാണോ പാഠപുസ്തകം കൊടുക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് കേരളം ഇന്ത്യക്ക് മാതൃകയല്ലേ? നിങ്ങൾ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് തന്നെ 10ാം ക്ലാസ്സിലെ പുസ്തകം തയ്യാറാണെന്ന് പറയുമ്പോൾ സിസ്റ്റം അവിടെ നിൽക്കുകയല്ലേ? സിസ്റ്റം ഫെയിലിയറിനെ കുറിച്ചാണല്ലോ നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ സിസ്റ്റം നന്നാവുന്ന സമയത്ത് നമ്മളത് പറയണ്ടേ? എന്തുകൊണ്ടാണ് സിസ്റ്റം നന്നാവുമ്പോൾ നമ്മളത് പറയാത്തത്? അതാണ് കേരളത്തിൽ വിവാദങ്ങൾ കൊണ്ട് വോട്ടാക്കാൻ പറ്റുമെന്നും ഒരു ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചെടുക്കണമെന്നുമുള്ള ഒരു PR ഡയറക്ഷൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഇതെല്ലാം വിവാദങ്ങളായി ആളിക്കത്തുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം സർക്കാരിനെ ഓഡിറ്റ് ചെയ്യേണ്ട എന്നല്ല. ഞാൻ ശക്തമായി തന്നെ പറയുന്നു, ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉയരുന്ന വീഴ്ചയ്ക്ക് ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ ഉത്തരവാദികളാണ്. കാരണം അവരുടെ ശ്രദ്ധയുണ്ടാകണമായിരുന്നു ഈ പറയുന്ന കണക്കുകൾ തെറ്റിയതിൽ. പക്ഷേ കൊള്ളയടിച്ചുകൊണ്ട് പോയി എന്നുള്ള വാദം നിലനിൽക്കില്ല. അതിൻ്റെ പുറത്ത് നടത്തുന്ന പ്രചണ്ഡമായ പ്രചരണങ്ങളെ നമ്മൾ ശരിക്കും വേർതിരിച്ച് എവിടെയാണ് വീഴ്ച സംഭവിച്ചത്, ഉദ്യോഗസ്ഥ തലത്തിൽ സംഭവിച്ച വീഴ്ചയാണെങ്കിൽ അത്, കമ്മീഷന്റെ ഭാഗത്ത് സംഭവിച്ച വീഴ്ചയാണെങ്കിൽ അത് കൃത്യമായി കണ്ടെത്തുകയാണ്. അത് 17-ാം തീയതി നടക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കമ്മീഷൻ അടക്കമുള്ളവർ അതിന് ഉത്തരവാദികളാണ്, അതിന് മറുപടി പറയേണ്ടി വരും. പക്ഷേ അതിനെ വോട്ടാക്കി മാറ്റാൻ നടത്തുന്ന ഹീനമായ പ്രചരണതന്ത്രത്തെ കേരളം തള്ളിക്കളയുമെന്ന് തന്നെയാണ് ബിരിയാണി ചെമ്പ് നമ്മുടെ മുന്നിലുണ്ട്. ആന്റോ അഗസ്റ്റിൻ, വിവാദങ്ങൾ വോട്ടാക്കണോ? അല്ല, ഈ 2011 പ്രകടന പത്രിക ഞാനൊന്ന് നോക്കുമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രകടന പത്രിക. അതിൻ്റെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് വികസനവും കരുതലും എന്നുള്ളതാണ്. അപ്പോൾ വികസനം കരുതൽ എന്ന് പറഞ്ഞാൽ ആദ്യം വികസനമാണല്ലോ. അപ്പോൾ അതിനകത്ത് കരുതലിൻ്റെ ഭാഗം മാത്രം ഞാൻ പറയാം. സാമൂഹ്യക്ഷേമവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും. എന്താണ് ക്ഷേമ പെൻഷൻ വർധനയും എല്ലാ മാസവും സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കും എന്നുള്ളതാണ് ആദ്യത്തെ അവരുടെ ഇതെന്ന് പറയുന്നത്. BPL കുടുംബങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾ, സ്ത്രീകൾക്കും മുതിർന്നവർക്കും പ്രത്യേക പെൻഷൻ പദ്ധതികൾ. ഇതാണ് സാമൂഹ്യക്ഷേമത്തിൻ്റെ ആദ്യത്തെ 3 ഘടകം. ഈ 3 സാധനം കൊടുത്തിട്ടാണോ ഉമ്മൻചാണ്ടി സർക്കാർ പോയത്? 2011 തുടങ്ങി 2016 വരെ ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ ക്ഷേമ പെൻഷൻ അവസാനം പോകുമ്പോൾ 8 മാസമാണ്, 1 രൂപ കൂട്ടിയില്ല. 8 മാസം കൊടുക്കാൻ ബാക്കി വെച്ചിട്ടാണ് പോയത്. പിണറായി വിജയൻ സർക്കാർ വന്നിട്ടാണ് അത് കൊടുത്തത്. അടുത്തത് യുവജനങ്ങൾക്ക് തൊഴിലും കരുതലും. തൊഴിലവസരങ്ങൾ വർദ്ധിക്കും, IT പാർട്ടികൾ വർദ്ധിപ്പിക്കും. സ്വയം തൊഴിൽ പ്രോത്സാഹന പദ്ധതികൾ ഉണ്ടാക്കും, സ്കിൽ ഡെവലപ്മെൻറ്റ് പദ്ധതികൾ ഉണ്ടാക്കും. ഒന്നും ചെയ്തിട്ടില്ല. അത് ഒരെണ്ണം പറഞ്ഞേ, ഏതാണ് അങ്ങനെയൊരു പ്രൊജക്റ്റ് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട്? കർഷകർക്ക് പലിശരഹിത ലോൺ. ഏതെങ്കിലും കേരളത്തിലെ കർഷകർക്ക് പലിശരഹിത ലോൺ കിട്ടിയോ UDF ഭരണകാലത്ത്? അടുത്തത് കാർഷിക ഇൻഷുറൻസ്. അതിൻ്റെ ഗഡു ആരടിക്കും? സർക്കാർ അടയ്ക്കും. സർക്കാർ അടച്ചിട്ട് ഒരു കാർഷിക ഇൻഷുറൻസ് ഏതെങ്കിലും കേരളത്തിലെ കർഷകന് കിട്ടിയായിരുന്നോ? പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത വരുത്തിയായിരുന്നോ കേരളത്തിൽ? അടുത്തത് വില ആര് നിർണ്ണയിക്കും? സർക്കാർ നിർണ്ണയിച്ചായിരുന്നോ? അടിസ്ഥാന സൗകര്യം അതൊക്കെ പറഞ്ഞിട്ടില്ല, ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ. അടുത്തത് കേരളത്തിൽ റോഡുകളെല്ലാം ഹൈടെക് ആക്കിയായിരുന്നോ? കുടിവെള്ള പദ്ധതികൾ എല്ലാ വീട്ടിലും എത്തിച്ചായിരുന്നോ? പുതിയ പാലങ്ങൾ, ബൈപ്പാസുകൾ കേരളത്തിൽ മുഴുവൻ നിറയുമെന്നാണ് പറഞ്ഞത്. നിറഞ്ഞോ? കേരളത്തിൽ മുഴുവൻ 2011 തുടങ്ങി 2016 വരെ. വൈദ്യുതിക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചോ? 2011 പറഞ്ഞ കാലത്ത് ഏറ്റവും കൂടുതൽ പവർ കട്ട് ഉണ്ടായിരുന്നു 11-16 കാലഘട്ടത്താണ് അല്ലേ? അടുത്ത വിദ്യാഭ്യാസവും ആരോഗ്യവും. അടുത്ത ഹെഡ്സാണ് സർക്കാർ സ്കൂളുകളുടെ നവീകരണം. ഹൈടെക് ക്ലാസ് റൂം ആക്കിയോ കേരളത്തിൽ 11 തുടങ്ങി 16 വരെ? 45,000 ക്ലാസ് റൂം ആക്കിയത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ആണ്. എല്ലാ ആശുപത്രികളും വലിയ രീതിയിൽ മെച്ചപ്പെടുത്തും. ശിവകുമാറിൻ്റെ മന്ത്രിയായിരുന്ന ഭയങ്കരമായിട്ട് മെച്ചപ്പെടുത്തിയില്ലായിരുന്നല്ലോ, നമ്മൾ കണ്ടായിരുന്നല്ലോ. അതിന് ശേഷം പിന്നെ അടുത്ത എന്താ അറിയോ? വ്യവസായവും IT-യും. ഞാനിങ്ങനെ വെറുതെ എടുത്ത് വായിച്ചു നോക്കിയത് ഒരു രസത്തിന്. 2011 എന്താ ഇവർ പറഞ്ഞതെന്ന് വായിച്ചു നോക്കിയതാ. ഈ 2011 ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രകടന പത്രിക പറഞ്ഞ കാര്യം മുഴുവൻ നടത്തിയതാരെന്നറിയോ? ഈ 16 തുടങ്ങിയിട്ട് 26 വരെയുള്ള പിണറായി വിജയൻ സർക്കാരാണ്. ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. ക്ഷേമ പെൻഷൻ വർധന, അതുമായിപ്പെട്ട സ്ത്രീ സുരക്ഷ, ഈ പറഞ്ഞ ഏത് കാര്യങ്ങളും എടുത്ത് നോക്കിക്കോളൂ. പിന്നെ ഞാൻ നോക്കിയ ബാങ്കുകൾക്ക് നമ്മുടെ ജില്ലാ ബാങ്കുകൾക്കും സഹകരണ ബാങ്കുകൾക്കും 3% ലോണിൽ പലിശയ്ക്ക് ലോൺ കൊടുക്കും. വെറുതെ അങ്ങ് എഴുതി വെച്ചേക്കാണെന്ന്. ആ പ്രകടന പത്രം ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. ഗൂഗിളിൽ കാണും, എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. ഒന്നും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ വെറുതെ അങ്ങ് പറയും.
വെറുതെ പറയും. ഒരു കോറിഡോർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ. എവിടെ നിന്നറിയോ? തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെ. ഇപ്പോഴും ആര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കോറിഡോറാ? ഇപ്പോഴും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കടലിൽ കൂടി ഒരു കോറിഡോർ എല്ലാ തുറമുഖങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട്. ഇത് 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ കോറിഡോറാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ? വിഴിഞ്ഞം, തിരുവനന്തപുരം, വിഴിഞ്ഞം, എറണാകുളം, കോഴിക്കോട്, അഴീക്കൽ, കാസർഗോഡ് ബന്ധിപ്പിടിച്ചൊരു വ്യവസായ കോറിഡോർ. ഇതൊക്കെ 2011 ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ടെന്നേ. ഒന്നും നടപ്പിലാക്കാതെ 5 വർഷം കഴിഞ്ഞിട്ട് കുടിശ്ശികയും കൊടുക്കാതെ ക്ഷേമ പെൻഷനും കൊടുക്കാതെ ഇറങ്ങിപ്പോയി. ഇതാണ് സംഭവിച്ചത്. പിന്നെ അടുത്ത ഏറ്റവും വലിയ രസം എന്നറിയോ? അഴിമതി രഹിത ഭരണം. അതായിരുന്നു കേരളത്തിൽ അടുത്ത കാലത്ത് 2011 തുടങ്ങി 16 വരെ ഈ മന്ത്രിമാർക്ക് നേരെ വന്ന അഴിമതി ആരോപണം വേറെ ഏതെങ്കിലും മന്ത്രിസഭയിൽ വന്നിട്ടുണ്ടോ? 11, 12, 16 വരെ ഓരോ വർഷം ഓരോരുത്തർ രാജിവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തർ ആരോപണങ്ങൾ ഒരുപാട് ആരോപണങ്ങളുടെ അത് ഏത് 2000 അച്യുതാനന്ദ സർ 27 തള്ളിയിട്ടില്ല. അല്ല അച്യുതാനന്ദ ആരോപണം അല്ലല്ല LDF സർക്കാരിന്റെ കാലത്ത് 27-28 ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു 20-ലധികം ആരോപണങ്ങളും ഹൈക്കോടതി തള്ളി. അതാ പറയാം. അല്ല അച്യുതാനന്ദ സർക്കാരിൻ്റെ ഭരണത്തിൽ നിന്ന് ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിലേക്ക് ഭരണത്തിലേക്ക് വരുന്ന സമയത്തുള്ള കാര്യം ഞാൻ പറയുന്നത്. അഴിമതി രഹിത ഭരണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ജയിച്ച അധികാരത്തിൽ വരുന്നത്. പിന്നെ എന്താ അങ്ങോട്ട് നടന്നത്? 5ാം മന്ത്രി സ്ഥാനം തുടങ്ങിയിട്ട് തകർക്കലായിരുന്നു അവസാനം വരെ. അതല്ലേ നടന്നത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് വേണ്ടത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജോലി വേണം, വികസനം വേണം, കറണ്ട് ഉണ്ടാവില്ല, കറണ്ട് കട്ടുണ്ടാവാൻ പാടില്ല, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റണം, ഫ്രീ വിദ്യാഭ്യാസം. ലോകത്തെവിടെ ഫ്രീ വിദ്യാഭ്യാസമില്ല. ഡിഗ്രി വരെ സ്വതന്ത്രമായിട്ട് പഠിക്കാവുന്ന സംവിധാനമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ വേറൊരു കാര്യം പറയാം. മലയോര ജനതയ്ക്ക് മര്യാദയ്ക്ക് റോഡ് കിട്ടിയത് എപ്പോഴാണ്? ഈ 10 വർഷത്തിലൂടെ നാഷണൽ മലയോര ഹൈവേകൾ മുഴുവൻ ഉണ്ടായത് ഈ 10 വർഷത്തിനിടയ്ക്കാണ്. 10 വർഷത്തിനിടയ്ക്കാണ് ഈ മലയോര ഹൈവേകൾ മുഴുവൻ ഉണ്ടായത്. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതൊക്കെ IT പാർക്കുകൾ. ഞാൻ പറയും തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എത്ര വലിയ രീതിയിൽ IT ഡെവലപ്പ് ചെയ്തു. IT ഡെവലപ്പ് ചെയ്തത് മാത്രമല്ല, റൂറൽ ഭാഗങ്ങളിലേക്ക് IT ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പല സ്റ്റാർട്ടപ്പുകളും പല ജില്ലാ കേന്ദ്രങ്ങളിലായി. പല ജില്ലാ കേന്ദ്രങ്ങളും സംസ്ഥാനത്തിലെ പല ജില്ലാ കേന്ദ്രങ്ങളിലും IT പാർക്കുകൾ വരാൻ തുടങ്ങി. IT സ്ഥാപനങ്ങളും സ്റ്റാർട്ടപ്പുകളും വരാൻ തുടങ്ങി എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള വികസനം കേരളം കണ്ടു എന്നുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണ്ട വികസനം. ഞാൻ പറയും, ഇപ്പോൾ ശബരിമലയിൽ ഇപ്പോൾ എന്താ പ്രശ്നം? ഞാൻ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയില്ല, അല്ലെങ്കിൽ സ്വർണ്ണം കട്ടുകൊണ്ടില്ല. എന്താണ് പ്രശ്നം? അവിടെ എന്തെങ്കിലും കടവ് പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഭാഗത്ത് കോൺഗ്രസും ഉണ്ട്, ഒരു ഭാഗത്ത് കോൺഗ്രസും ഉണ്ട്. ഞാൻ പറയുന്നത് പാളി ഇനിയിപ്പോൾ ഇടതുപക്ഷമാണ് കൊണ്ടുവന്ന് വെക്കുക. CPM-ൻ്റെ ഭാഗത്താൽ CPM സഖാക്കന്മാരാണെന്ന് വെക്കുക. കൊടിമരത്തിൽ ഇവരുണ്ട്. കൊടിമരത്തിൽ പിന്നെ വാജിവാഹനമൊക്കെ എടുത്ത് ഇന്നാ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടു. ഇന്നാ കൊണ്ടുപോയിക്കോ, ഒരു പ്രശ്നമില്ല, വാജിവാഹനമാണ്, കൊടുത്തേക്കോ, കൊടുത്തു വിട്ടു. അത് ഇരുമ്പിൻ്റെ സിമെൻറ്റിൻ്റെ കൊടിൽമാരെ ചെതലരിച്ചു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കി. എന്നിട്ട് അത് മാറ്റണം എന്ന് തീരുമാനിച്ചു. അത്ര വലിയ വെട്ടിത്തരമൊന്നും വേറെ ആരും ചെയ്തിട്ടില്ല കേട്ടോ. കൊടി വരയത് പിന്നെ കോൺക്രീറ്റ് കൊടിമര ചെതലരിച്ചു എന്ന് പറഞ്ഞിട്ട് അത് റിപ്പോർട്ടാക്കി കൊടുത്തേക്കാണ്. അപ്പോൾ ഇത്രയും വലിയ മണ്ടത്തരം ചെയ്തിട്ടില്ല. പക്ഷെ പിന്നെ എന്താ സംഭവം എന്നറിയോ? അരുൺ സാർ നേരത്തെ പറഞ്ഞത് PR ആണ്. PR എന്ന് പറഞ്ഞത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കേടുപാടുകൾ ഉണ്ടായെന്ന് ഉള്ളത് അത് റിപ്പോർട്ടായിട്ടല്ല വരുന്നത്. അത് ദേവപ്രശ്നത്തിലാണ്. ഈ ദേവപ്രശ്നത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തന്ത്രി തന്നെയാണല്ലോ ഇപ്പൊ ജയിലിലുള്ളത്. അതാണ് പറഞ്ഞത്. അല്ല, തന്ത്രി തന്നെയാണ് ജയിലിലുള്ളത്. അതെ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഒരു UDF-ന്റെ ഒരു പൊതു നിലപാട് ദേവപ്രശ്നത്തിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. വേണ്ട, തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ദേവപ്രശ്നത്തിൽ 2017 ദേവപ്രശ്നത്തിൽ മോഹനെ തിരിച്ചെടുക്കണമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്താ ഉദ്ദേശം? ഈ കൊടിമരം മാറ്റാനാണെങ്കിലല്ലേ ഈ പ്രശ്നം നിങ്ങൾ പറയുന്ന പോലെ ഉള്ളൂ. കൊടിമരം മാറ്റാനല്ല ഉദ്ദേശം, അവിടുത്തെ സ്വർണ്ണം അടിച്ചു മാറ്റാനാണ്. ആ ദേവപ്രശ്നത്തിൽ നടന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അത് അതായത് അതുമായി ജയിൽവാസം ദേവപ്രശ്നത്തിൽ നമുക്ക് 50-50 ചാൻസ്. അതെ. അപ്പോൾ ഒരു കാര്യം ഞാൻ വേറൊരു കാര്യം പറയാം. ഈ കോൺഗ്രസ് ചെയ്യുന്ന ഒരു കാര്യം വൃത്തിയായിട്ടുണ്ട് കേട്ടോ. വയനാട് ദുരന്തത്തിൽ വീട് വേണം. സതീശൻ 10 മിനിറ്റ് കൊണ്ട് 400 വീടുണ്ടാക്കി. എങ്ങനെയാണ്? നിങ്ങൾക്ക് കർണാടക സർക്കാർ 100 വീട് തന്നില്ലേ? രാഹുൽ ഗാന്ധി 100 വീട് തന്നില്ലേ? ലീഗ് 100 വീട് തന്നില്ലേ? കോൺഗ്രസ് 100 വീട്. 100 വീടിന്റെ കുറവല്ലേ വയനാട്ടിലുള്ളൂ? എന്ത് വൃത്തിയായ! ഇത് തന്നെയാണ് പ്രകടന പത്രിക. 300 വീടായി. ഇനി സർക്കാർ 100 വീടും കൂടെ ആയ പോരെ? അപ്പോൾ ഇനി പറയാൻ പോകുന്നത് എന്താ അറിയോ? അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പറയാൻ പോകുന്നതാ, എന്തിനാ 2500 സ്ത്രീകൾക്ക് എന്ന് ചോദിച്ചാൽ തീർന്നോ? 1000 രൂപ എന്തിനാ സ്ത്രീകൾക്ക് എന്ന് ചോദിച്ചാൽ തീർന്നോ? മനസ്സിലായോ? അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് വികസനം ചർച്ച ചെയ്യാൻ തുടങ്ങിയ കേരളത്തിലെ ജനങ്ങൾ. ഈ ഫെസിലിറ്റി കേരളത്തിലെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിൽ ഞാൻ പറയാം, കാസർഗോഡ് തുടങ്ങി എറണാകുളം വരെ ഒരാൾ നാഷണൽ ഹൈവേ കൂടെ
വണ്ടി ഓടിച്ച് വന്നാൽ കേരളത്തിലെ വികസനം മനസ്സിലാവും. വെറുതെ വന്നാൽ മതി. കാരണം കോഴിക്കോട് നിന്ന് എറണാകുളം എത്താൻ വേണ്ടിയിട്ട് 4-5 മണിക്കൂറുള്ള സമയത്ത് ഇപ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് എത്തും. 2 മണിക്കൂർ എടുത്തു. ഉമാ തോമസ് പറഞ്ഞെന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താ ഇത്ര തിരക്ക്, ആർക്കാ ഇത്ര തിരക്ക് വേഗത്തിൽ പോകാൻ? അതാണ് ചോദിച്ചിരുന്നത് അല്ലേ? കേരളത്തിലെ ഒരു കോൺഗ്രസിന് MLA ചോദിക്കാൻ ആർക്കാ ഇത്ര തിരക്ക്? ഏത് കേരളയിലെ പദ്ധതി വന്നപ്പോഴാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? വേറൊരു പദ്ധതിയുണ്ട് ശബരിമലയെ കുറിച്ചിട്ട്. ഞാൻ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായ ഒരു കാര്യമാണ്. ശബരിമലയെ കുറിച്ചിട്ട് വലിയ പദ്ധതി എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ മാനിഫെസ്റ്റോയിൻ്റെ അകത്ത് ഏത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വലിയ വികസന ശബരിമല ഒരു പാരഗ്രാഫ് തന്നെയുണ്ട് ശബരിമലയുടെ വികസനത്തുമായി ബന്ധപ്പെട്ടിട്ട്. ആ പാരഗ്രാഫിൽ പറഞ്ഞ് ഏതെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കിയോ? ഒരു കാര്യം അത് നടപ്പിലാക്കാൻ വേണ്ടി വിട്ട ആളാണ് അജയ് തറയിലും ഈ പറഞ്ഞ പ്രയാർ ഗോപാലകൃഷ്ണനും ടീമും. ഈ കഴിഞ്ഞ ബജറ്റിന്റെ സമയത്ത് ഉമ്മൻചാണ്ടി വല്ലാത്ത അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാ. കഴിഞ്ഞ ബജറ്റിന്റെ സമയത്ത് മുഖ്യമന്ത്രി MLA-മാരോട് പറഞ്ഞത് അടുത്ത ബജറ്റിന് നിങ്ങൾക്ക് ദേശീയപാതയിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്താൻ കഴിയും എന്നുള്ളതാണ്. പക്ഷെ സാധ്യമായില്ല. ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായും സാധ്യമായില്ല. പലയിടത്ത് ഇത് പൊളിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി, അതുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ടായി, സുരക്ഷാ പ്രശ്നങ്ങളുണ്ടായി. ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ദേശീയപാതയിൽ അടുത്ത തവണ നിങ്ങൾക്ക് നിയമസഭയിലേക്ക് ദേശീയപാതയിലൂടെ വരാം എന്ന് പറയുന്നത് സർക്കാർ ഒരു അഭിമാനത്തോടു കൂടി പറയുന്നതാണ്. അതിന്റെ സാഹചര്യം പക്ഷേ ഈ തവണത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാര്യം ദേശീയപാതയുടെ നിർമ്മാണം ആർക്കാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക്. സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുക, വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കുക, നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യുക. ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. അതിൽ മറ്റൊരു ഉത്തരവാദിത്വം PWDക്കില്ല. അതെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓരോ സ്ട്രെച്ചിലായിട്ട് കൊടുത്തിരിക്കുന്ന ഏജൻസിയാണ്. പൊളിഞ്ഞു വീണ സ്ട്രെച്ച് ഏതാ? മേഘ കൺസ്ട്രക്ഷൻസിൻ്റെയാണ്. മേഘ കൺസ്ട്രക്ഷൻസ് ആരുടെ ഇലക്ട്രൽ ഫണ്ടിലേക്ക് പൈസ കൊടുത്തത്? BJPയുടെ. അവരുടെ റോഡ് അവർ നിർമ്മിക്കുമ്പോൾ പൊളിഞ്ഞു വീണതിന് നമുക്ക് സർക്കാരിന് കുറ്റം മാത്രമല്ല. ഇവിടെ സർക്കാരിന് കുറ്റം പറഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ബജറ്റിന്റെ സമയത്ത് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പ്രതീക്ഷ പങ്കുവെച്ചു. പക്ഷെ അത് സാധ്യമായി. എന്നെ ചെയ്യണം. സംസ്ഥാന സർക്കാർ ചെയ്ത് കൊടുക്കാനുള്ള ദേശീയപാതയുമായി ബന്ധപ്പെട്ട A to Z കൊടുക്കുക മാത്രമല്ല, നമ്മൾ കിഫ്ബി വഴി 6000 കോടി രൂപ മറ്റൊരു സംസ്ഥാനവും കൊടുക്കാത്തതുപോലെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് അതോറിറ്റിക്ക് കൊടുക്കുകയും ചെയ്തു. അതിനകത്ത് പ്രധാനപ്പെട്ട വേറെ കാര്യമാണെന്നേ, ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുമ്പോൾ എഗ്രിമെന്റ് ഉണ്ട് കേന്ദ്രവും കേരളവും തമ്മിൽ. ആ എഗ്രിമെന്റിൽ പറഞ്ഞെന്താ അറിയോ? 2025 മാർച്ചിൽ ഈ പറഞ്ഞ സർവേ പൂർത്തിയാക്കുന്നുണ്ട്. അതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത്. അത് പറയുന്നത് ചെയ്യേണ്ടത് BJP-യാ, സെൻട്രൽ ഗവൺമെന്റാ. 2025 പൂർത്തിയാക്കുന്നു പറഞ്ഞിട്ട് 25 മാർച്ച്. പക്ഷേ ഈ നാഷണൽ ഹൈവേ ഇവിടെ പൂർത്തിയായില്ല. കേരളത്തിലെ എത്ര ടോൾ ഇടങ്ങളിൽ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം ഈ 10-23 പേര് മരിക്കുകയും ചെയ്തു കേട്ടോ. ദേശീയപാത നിർമ്മാണം തുടങ്ങിയതിനു ശേഷം ഗതാഗത കുരുക്കുണ്ടായിട്ടുണ്ട്. ഒരൊറ്റ ഇടത്ത് മാത്രം സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് കുറച്ച് നാൾ ടോൾ പിരിവ് ഇല്ലാതെ പോയി. ഈ കാര്യം സർക്കാരിന് ഉന്നയിക്കാം. ഈ കാര്യം സുപ്രീം കോടതിയിൽ ഈ പറയുന്ന ടോൾ പ്രശ്നങ്ങൾ അടക്കമുള്ളവയിൽ ഉന്നയിക്കാം. ഇനി അതല്ലെങ്കിൽ നോക്കൂ, തിരുവനന്തപുരത്ത് ദേശീയപാത പണി നടക്കുന്ന ഇടത്ത് ടോൾ പിരിവ്, അതായത് 2 കിലോമീറ്ററെങ്കിലും കഴിഞ്ഞാലാണ് ടോൾ പിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളത്. 200 മീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ടോൾ പിരിക്കുന്ന ഇടങ്ങളുണ്ട്. അവിടെ ഒന്നും ഈ ടോൾ പിരിക്കരുത് എന്ന നിർദ്ദേശം നൽകാൻ അല്ലെങ്കിൽ ടോൾ പിരിക്കുന്നതിനെതിരെ കോടതിയിലേക്ക് പോകും. നമ്മൾ എന്തിനൊക്കെ കോടതിയിൽ പോയിട്ടുണ്ട്? നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളും കോടതി പോയിട്ടുണ്ട്. അതെങ്ങനെ പറ്റുന്ന? മെമ്മോറാണ്ടത്തിൽ നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന ക്ലോസ് അനുസരിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് ടോൾ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന റോഡാണ്. ആ റോഡിന് സംസ്ഥാന സർക്കാരിന് ക്ലെയിം ഇല്ല സാർ. അല്ല, ആ റോഡിൽ ടോൾ പിരിക്കരുത് തൽക്കാലത്തേക്ക് എന്ന് കോടതി പറഞ്ഞോ? പൂർത്തിയാക്കും മുമ്പ് അവിടെ ആരാ പരാതി പോയത്? പൊതുജനപ്രവർത്തകരാണ്. അതാണ്. പക്ഷേ അവിടെ ആ സമയത്ത്, അതായത് ഈ കേസിന്റെ വാദപ്രതിവാദം നടക്കുന്ന സമയത്ത് സർക്കാർ അഭിഭാഷകരുണ്ട്. അവർക്ക് ഈ സാഹചര്യം ചൂണ്ടിക്കാണിക്കാം. ചെയ്യുന്നില്ല. അവരെങ്ങനെ ചൂണ്ടിക്കാണില്ല? അത് ചൂണ്ടിക്കാണിച്ചാലും പ്രശ്നം ബാക്കി നാഷണൽ വർക്ക് നടന്നുകൊണ്ടല്ലേ? എങ്ങനെ ചൂണ്ടിക്കാണിച്ചു? അതൊരു പ്രൈവറ്റ് ഏജൻസിയാണ് നടപ്പാക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് അതിലെ മറുപടി പറയുന്നത്. NHAയുടെ അഭിഭാഷകരല്ല ഡോക്ടർ അരുൺകുമാർ അവിടെ ഉണ്ടായിരുന്നത്. NHAയുടെ അഭിഭാഷകർക്കൊപ്പം ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകർ കൂടിയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകർ അന്ന് അവിടെ ഇതിനു വേണ്ടിയിട്ട് വാദം ഉന്നയിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകരും അഭിപ്രായം പോലും പറഞ്ഞില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിഷയത്തിൽ നടക്കുന്ന പ്രശ്നമല്ലേ? സംസ്ഥാനത്തെ അഭിഭാഷകർ പിന്നെ അവിടെ പോയത് എന്തിനാണ്? റോളില്ലെങ്കിൽ എന്തിനാണ് പോയത്? നോക്കൂ, ഇതെങ്ങനെ നിർമ്മിക്കുന്നത്? കാണാൻ പോയതാണ്.
പാത ഏറ്റെടുത്ത് കൊടുത്തത് സംസ്ഥാന സർക്കാർ, അതേന്നേ. ഭൂമി ഏറ്റെടുത്ത് കൊടുത്തത് സംസ്ഥാന സർക്കാർ, ബാക്കി ഏകോപനം നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇതൊക്കെ നിർമ്മിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നിർമ്മിക്കുന്നത് സ്വകാര്യ ഏജൻസികൾ കോൺട്രാക്ട് എടുത്ത് നിർമ്മിക്കുന്നു. കേന്ദ്ര ഏജൻസി പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിന് നിക്ഷിപ്തമായ ഒരു പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് കോടതിയിൽ പ്രസന്റ് ചെയ്യുന്നത്? ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്കത് കൃത്യമായി പൂർത്തീകരിച്ച് കിട്ടാത്ത സാഹചര്യമുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെയാണ്, നമ്മൾ പൂർത്തീകരിക്കാത്തത് എന്നല്ല, പൂർത്തീകരിച്ച് കിട്ടാത്ത സാഹചര്യമുണ്ട്. 2025 മുമ്പ് ഇത് പൂർത്തീകരിക്കണം എന്നുള്ളതായിരുന്നല്ലോ കരാർ. പൂർത്തീകരിച്ച് കിട്ടിയില്ല. നമുക്ക് ഗതാഗത പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ആക്സിഡന്റുകളുണ്ട്, നമുക്ക് ജീവനഷ്ടങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം നടക്കുന്ന ഇടത്ത് NHAയ്ക്ക് അനധികൃതമായി അതായത് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ സംസ്ഥാനത്ത് നിന്ന് ആയിരക്കണക്കിന് കോടി രൂപ ടോൾ പിരിവിലൂടെ എടുത്തുകൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇതൊരു മനുഷ്യത്വ വിരുദ്ധതയാണോ? ഇത് ഒരു സിവിക് സെൻസിനെതിരായ വെല്ലുവിളിയാണോ? സംസ്ഥാന സർക്കാരിന് സേയില്ലേ, വിമർശനമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശരി, സംസ്ഥാന സർക്കാരിന്റെ വിമർശനം നിങ്ങൾക്ക് രാഷ്ട്രീയ അഭിപ്രായമായിട്ട് പറയാമെന്നതിനുമപ്പുറം കോടതിയിൽ നിലവിൽ സ്റ്റേറ്റും യൂണിയനും എത്രയോ തവണ ഈ പാതയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് ഉത്തരവാദിത്വ ദേശീയപാത അതോറിറ്റിയാണെന്ന് പറയുക മാത്രമല്ല, നിതിൻ ഗഡ്കരിക്ക് കത്തെഴുതിയിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. ദേശീയപാത നിർമ്മാണത്തിന്റെ പ്രശ്നവുമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ആശയവിനിമയം നടത്തിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അതുമൂലം സംസ്ഥാനത്തുണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങളും ജീവനഷ്ടമടക്കമുള്ള പ്രശ്നങ്ങളും അതിനോട് NHA ടോൾ പിരിച്ച് ആയിരക്കണക്കിന് കോടി രൂപ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എവിടെ എതിർപ്പ് പറയുന്ന രാഷ്ട്രീയമായി പറയൂ. എവിടെ എങ്ങനെ എതിർപ്പ് പറയാൻ പറ്റും? മൈക്ക് കെട്ടിവെച്ച് പറയാമല്ലോ. മുഖ്യമന്ത്രി ദേശീയപാത അതോറിറ്റി രാഷ്ട്രീയമായി എതിരഭിപ്രായമുള്ള എന്തൊക്കെ കോടതി മുറിയിൽ മാത്രമാണ് പറയുന്നത്. ദേശീയപാത അതോറിറ്റി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ടോൾ പിരിച്ചൊരു സ്ഥലമായിരുന്നു മഞ്ചേശ്വരം. അവിടെ CPM മുസ്ലിം ലീഗും അടക്കമുള്ള മുഴുവൻ ആളുകളും പ്രതിഷേധത്തിന് ഇറങ്ങി. സംയുക്തമായ പ്രതിഷേധമാണ്. ഒടുവിൽ അവർക്ക് ഇത് പിൻവലിക്കേണ്ടി വന്നു. ഇങ്ങനല്ലാതെ ബാക്കി ഏത് സ്ഥലമുണ്ട്? അതായത് 25 കിലോമീറ്റർ വന്നു എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കാതിരിക്കുന്നതിന്റെ എന്താണ്? പ്രതിഷേധിക്കേണ്ടത് സംസ്ഥാന സർക്കാർ. എങ്ങനെ പ്രതിഷേധിക്കാതെ? സംസ്ഥാന സർക്കാരിന്റെ MLA-മാരടക്കം ഇറങ്ങി നിന്ന് എവിടുത്തെ കാര്യം പറയുന്നത്? നോക്കൂ, ഇവിടെ തൃശ്ശൂരെ കാര്യമാണോ ഈ പറയുന്നത്? എറണാകുളം തൃശ്ശൂരാണോ? എല്ലായിടത്തെയും തൃശ്ശൂരാണോ? എറണാകുളം തൃശ്ശൂരുള്ള കാര്യത്തിൽ കോടതി ഇടപെട്ടില്ലേ? കോടതിയാണ് ഇടപെട്ടത്. എങ്ങനെ സർക്കാർ ഇടപെടാൻ പറ്റും? സംസ്ഥാന സർക്കാർ ഒരു രാഷ്ട്രീയ അഭിപ്രായം പോലും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിക്കെതിരെയോ? അല്ലല്ല, ഞാനൊരു കാര്യം ചോദിച്ചേ. ബജറ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞാൽ ബജറ്റ് തിരുത്തുവോ? ബജറ്റിൽ നമുക്ക് കൃത്യമായി അലോക്കേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞാൽ ബജറ്റ് തിരുത്തുമോ? അപ്പൊ നടക്കാത്ത കാര്യങ്ങളിൽ രാഷ്ട്രീയ അഭിപ്രായം നമ്മൾ പറയാറില്ലേ? രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വേണമെങ്കിൽ തിരുത്താം. പ്രശ്നം തരുമോ? മാധു അത് വിചാരിച്ചത് ഇപ്പൊ സംസ്ഥാന സർക്കാരിന് ഇപ്പൊ ഉദാഹരണത്തിന് തൃശ്ശൂരിലെ എടപ്പള്ളി ടോൾ, മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയിൽ ഉണ്ടായ ഗതാഗത കുരുക്കാണ് വിഷയം. അതിന് സംസ്ഥാന സർക്കാർ പലവഴി തിരുവനന്തപുരത്ത് തിരുവല്ലത്ത് ഒരു ടോൾ ഉണ്ട്. ആ തിരുവല്ലത്ത് ദേശീയപാത അതോറിറ്റിയുടെ DPR തന്നെ പ്രശ്നമായിരുന്നു. അവിടെ 2 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ 150 രൂപ ടോൾ കൊടുക്കണം. അവിടെ ഇനി മേൽപ്പാലം പണിയേണ്ടതുണ്ട്. പക്ഷെ അവിടുത്തെ മുഴുവൻ ഗതാഗത പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച് പോകുന്ന ആളാണ് ഈ ടോൾ കൊടുക്കുന്നത്. അവിടെ യുവജന സംഘടന ഉണ്ട്, കോൺഗ്രസിന്റെ ഉണ്ട്, BJP ഉണ്ട്. യുവജന സംഘടനകൾ എതിർക്കണം എന്ന് പറയുന്നതൊന്നും എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ മാധു പറഞ്ഞ സർക്കാർ എതിർക്കണം എന്ന് പറയുന്നത് നടക്കുന്നില്ല. നമ്മൾ അടുത്ത ബജറ്റിന് മുമ്പ് ദേശീയപാതയിലൂടെ നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയുമെന്ന് പറയുന്നത് സംസ്ഥാനം വികസനത്തിന്റെ ഒരു പുതിയ നാഴികക്കല്ല് തീർക്കും, പിന്നിടും ഇലക്ഷന് മുൻപ് എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ പേരിലാണല്ലോ. അതെന്തുകൊണ്ടാണ് പറഞ്ഞത്? കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കൊടുത്ത ഉറപ്പാണ്. പാലിക്കപ്പെട്ടില്ല. കേന്ദ്ര സർക്കാരാണെന്നേ. ഞാൻ തർക്കിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമ്പോൾ അടുത്ത ബജറ്റ് എന്നിട്ട് എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന ബന്ധത്തിലുള്ള ഒരു പാത നിർമ്മിക്കുന്ന സമയത്ത് സംസ്ഥാനത്തെ PWD വകുപ്പ് ഉപരിതല ഗതാഗത വകുപ്പുമായിട്ട് ഒരു കത്ത് ചോദിച്ച് കാര്യങ്ങൾ അതെന്താ നമ്മൾ ഇവിടുത്തെ മിനിസ്റ്റർമാരും MP
പിമാരും അടക്കമുള്ളവർ ഡൽഹിയിൽ പോയി സമരം ഈ ചെയ്തിട്ടുണ്ട്. വിഷയത്തിനോ? മുഖ്യമന്ത്രി ഈ വിഷയത്തിനല്ല, ഏത് വിഷയത്തിനാണെങ്കിലും പോയിട്ടില്ലേ? അത് political നമുക്ക് വിഷയങ്ങളല്ലേ? അതാണ് ഇത് political ആണോ? ഇതാണ് ഡോക്ടർ അരുൺകുമാർ. നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? രാഷ്ട്രീയ സമരങ്ങൾ, വിവാദങ്ങൾ, അതിനപ്പുറത്ത് അടിസ്ഥാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തു ചെയ്യുന്നു? എന്താ ഒരു മിനിറ്റ് ഞാൻ ഒരു തീർക്കട്ടെ. മിനിറ്റ് ഇത്രയും നേരം പറഞ്ഞല്ലേ ഡോക്ടർ അരുൺകുമാറെ, ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ്. അപ്പോ രാഷ്ട്രീയ വിഷയങ്ങളിൽ നമ്മൾ വിമർശനം ഉന്നയിക്കുന്നു, അടിസ്ഥാനപരമായി ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നില്ല. അവിടെ നമ്മൾ അസത്യമായ കാര്യങ്ങൾ എൻകാഷ് ചെയ്യാൻ ശ്രമിക്കുന്നു, വോട്ടാക്കാൻ ശ്രമിക്കുന്നു. ഞാനിപ്പോ ഡോക്ടർ അരുൺകുമാറിനോട് ഇത്രയും അടിസ്ഥാനപരമായ ഒരു പ്രശ്നം, നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം, നമുക്ക് എന്താ പോയി സമരം ചെയ്താൽ എന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ പറയാണ് രാഷ്ട്രീയ വിഷയത്തിലല്ലേ നമ്മൾ സമരത്തിന് പോയിട്ടുള്ളൂ. അതല്ലേ ഈ നേരത്തെ ഡോക്ടർ അരുൺകുമാർ ചർച്ച പറഞ്ഞ രാഷ്ട്രീയ വിഷയത്തിന് ചർച്ചയ്ക്ക് പോകാം, സമരത്തിന് പോകാം. റോഡടക്കമുള്ള അടിസ്ഥാന സൗകര്യത്തിൽ ചർച്ചയ്ക്ക് പോകുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അത്രേ ഉള്ളൂ. മാധു യഥാർത്ഥത്തിൽ പറയുന്നത് കേന്ദ്ര സർക്കാർ ഞാൻ എന്താണെന്ന് എനിക്കറിയാം. അല്ല, ഞാൻ മനസ്സിലാക്കിയത് തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കോളൂ. ദേശീയപാത അതോറിറ്റിയും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ വീഴ്ച വരുത്തിയതായി മാധുവിന് അഭിപ്രായമുണ്ടോ? ഇല്ല ആണല്ലോ. ഇനി കേന്ദ്ര സർക്കാർ ഒരു വീഴ്ച വരുത്തിയാൽ അത് കേന്ദ്രത്തെ ചൂണ്ടിക്കാണിച്ച് അറിയിക്കുക എന്നതിനുമപ്പുറം സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർ അരുൺകുമാർ നേരത്തെ പറഞ്ഞത് രാഷ്ട്രീയ കാര്യങ്ങൾ ഡൽഹിയിൽ പോയി നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ സമരത്തിന് പോയാൽ എന്താ? ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ കേസിന് പോകാൻ നമുക്ക് അത് പോകണ്ട എന്ന് എനിക്കൊരു അഭിപ്രായമില്ല കേട്ടോ. പോകണ്ട എന്ന് എനിക്കൊരു അഭിപ്രായമില്ല. പോകണ്ട എന്നൊരിക്കലും അഭിപ്രായമില്ല. നമ്മൾക്ക് ഏത് വിഷയത്തിലാണെങ്കിലും രാഷ്ട്രീയ താല്പര്യമുണ്ടെങ്കിൽ കേസിന് പോകാം, സമരത്തിന് പോകാം. അടിസ്ഥാന വിഷയങ്ങളിൽ സമരത്തിന് പോകാനോ കേസിന് പോകാനോ നമുക്ക് കഴിയില്ല എങ്കിൽ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ അഭിപ്രായം എല്ലാവർക്കും ബാധകമാണെന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാർ കേസിന് പോകുക എന്ന് പറയുന്നത്, ഒരു സംവിധാനത്തിൽ രാഷ്ട്രീയമായി സമരം ചെയ്യുക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ, പ്രത്യേകിച്ച് യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലുമുള്ള വിഷയങ്ങളിൽ ഏത് വിഷയത്തിലാണ് കേസിന് പോകാൻ കഴിയുക, ഏത് വിഷയത്തിലാണ് കേസിന് പോകാതിരിക്കാൻ കഴിയുക? അത് ഭരണഘടനാപരമായി നിശ്ചയിക്കപ്പെട്ട ഒന്നല്ലേ? അവിടെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് പോകാൻ കഴിയുക? സാങ്കേതികമായി കഴിയില്ലല്ലോ. അതാണ് എൻ്റെ ചോദ്യം. ബാക്കി കാര്യങ്ങൾ, അതായത് യുവജന സംഘടനകൾ, മറ്റു കാര്യങ്ങളിലും വേണമെന്നേ പറഞ്ഞുള്ളൂ. ഞാൻ അതിൽ കുറ്റം പറയാൻ തയ്യാറല്ല. അങ്ങനെ രാഷ്ട്രീയ താല്പര്യം എന്നിൽ അടിച്ചേൽപ്പിക്കരുത്. രാഷ്ട്രീയ താല്പര്യം എനിക്കുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കരുത്. ഞാൻ പറഞ്ഞത് ആ ആർജവം മറ്റു വിഷയങ്ങളിൽ കാണിക്കണം എന്നത് മാത്രമാണ്. അതിന്റെ ആഗ്രഹമാണെന്നേ പറയാൻ എനിക്ക് പൗരബോധമുണ്ട്. ആ ആർജവം ഇടത് യുവജന സംഘടനകളും മുസ്ലിം ലീഗിന്റെ സംഘടനകളും കോൺഗ്രസിന്റെ സംഘടനകളും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്കതിൽ പൂർണ്ണ സമ്മതമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ടോൾ വിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ മുൻ നിശ്ചയിച്ച ധാരണ പ്രകാരം, സർക്കാർ മാനദണ്ഡ പ്രകാരം ടോൾ വിരിക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ കേസ് പോകണമെന്ന് പറയുമ്പോൾ ധാരണയിൽ അടിസ്ഥാന സൗകര്യം അടക്കമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശം കൂടിയുണ്ട്. ഇങ്ങോട്ടില്ലാത്ത അങ്ങോട്ട് കൊടുക്കേണ്ട എന്ന നിലപാടെടുക്കാമല്ലോ. ശരി. അപ്പോൾ വിവാദങ്ങൾ വോട്ടാക്കാനോ എന്നുള്ളതാണ് ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.